ഇപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഡയറ്റ് എന്ന് കേൾക്കുമ്പോൾ നമ്മൾ കണ്ടിട്ടുള്ളൊരു കാര്യമാണ് ഒരുപാട് ഭക്ഷണങ്ങൾ അങ്ങ് ഒഴിവാക്കുക. പ്രത്യേകിച്ച് ചോറ് പോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡയറ്റാണ്, അതുകൊണ്ട് ചോറ് ഉപയോഗിക്കില്ല, അല്ലെങ്കിൽ ചോറ് നമ്മൾ കഴിക്കില്ല, അങ്ങനെയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അതാണോ ശരിക്കും വേണ്ടത്? ആരോഗ്യകരമായി എങ്ങനെയാണ് ഈ ആഹാരം കഴിക്കേണ്ടത്? അതൊരു സിമ്പിൾ ആണ് ആരോഗ്യകരമായിട്ട് ഭക്ഷണം കഴിക്കുന്നത് എന്ന് പറഞ്ഞാൽ. ഒരു സിമ്പിൾ ടൈമിൽ പറഞ്ഞാൽ മൈ പ്ലേറ്റ് എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റ് ഉണ്ട്. അതായത് നമ്മുടെ ഒരു പ്ലേറ്റ് എടുത്ത് വെച്ചാൽ ഹാഫ് ഓഫ് ദ പ്ലേറ്റ് നമുക്ക് വെജിറ്റബിൾസ് ആയിരിക്കണം, ബാക്കി ഹാഫിന്റെ ക്വാർട്ടർ പോർഷന് പ്രോട്ടീൻ ആയിരിക്കണം, ബാക്കി ക്വാർട്ടർ പോർഷന് കാർബോഹൈഡ്രേറ്റ് വരാവുള്ളൂ. അതായത് ഈ ക്വാർട്ടർ പോർഷന് ചോറോ ചപ്പാത്തിയോ ഇഡ്ഡലിയോ ദോശയോ വരാവുള്ളൂ. പ്രോട്ടീൻ എന്ന് പറയുന്ന ഭാഗത്തായിരിക്കണം ഫിഷോ ചിക്കനോ കടലയോ പരിപ്പോ പനീറോ വരണം. ബാക്കി ഹാഫ് ഓഫ് ദ പോർഷൻ വെജിറ്റബിൾ ആയിരിക്കണം. ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതും ഓരോ നേരവും, അതായത് ബ്രേക്ക്ഫാസ്റ്റ് ഇങ്ങനെ ആയിരിക്കണം, ലഞ്ച് ഇങ്ങനെ ആയിരിക്കണം, ഡിന്നർ ഇങ്ങനെ ആയിരിക്കണം. ഇങ്ങനെ നമ്മൾ ഭക്ഷണം കഴിച്ചാൽ അതൊരു ഹെൽത്തി ഡയറ്റാണ്. ഇങ്ങനെ ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് വെയിറ്റും കുറയ്ക്കാൻ പറ്റും. അപ്പം വേറെ ന്യൂട്രീഷൻ ഡെഫിഷ്യൻസീസ് ഒന്നും ഉണ്ടാകാതെ ഇരിക്കും. ഇതാണ് സിമ്പിളായിട്ട് നമുക്ക് വെയിറ്റ് കുറയ്ക്കാൻ പറ്റിയ ഒരു ഡയറ്റ് എന്ന് പറയുന്നത്. പക്ഷെ ഇത് പിന്നെ ഓരോരുത്തരനുസരിച്ച് പ്രപ്പോർഷൻസ് അങ്ങോട്ടോ ഇങ്ങോട്ടോ കുറച്ച് മാറണം, അത്രേ ഉള്ളൂ. പക്ഷെ ചോറ് കഴിക്കാതിരുന്ന് വെയിറ്റ് കുറയ്ക്കണമെന്ന് പറയത്തില്ല, ഞങ്ങൾ സജസ്റ്റ് ചെയ്യാറില്ല. ചിലർക്ക് ചോറ് കഴിക്കാതിരിക്കാതെ പറ്റത്തില്ല, അല്ലെങ്കിൽ ചോറ് ഭയങ്കര ഇഷ്ടമുള്ളവരോട് ഞാൻ നാളെ തൊട്ട് ചോറ് കഴിക്കണ്ടെന്ന് പറഞ്ഞാൽ അവർക്കത് വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും. മാനസികമായിട്ടും അവർക്കത് ബുദ്ധിമുട്ട് വരും. അതിന് നമുക്കതെല്ലാം കഴിക്കാം, പക്ഷെ ഇതിന്റെ ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയും നോക്കിയിട്ട് വേണം കഴിക്കാൻ, അത്രയേ ഉള്ളൂ. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.